ആയിക്കോട്ടെ. ആർക്കാ? ഭർത്താവിന്റെ പേര്. എന്താ നക്ഷത്രം? പൂരോരുട്ടാതി. ഭർത്താവിന്റെ പേര് ഉടയോർമ്മയെന്നല്ലേ? അതെ. ശോഭെ, സാറിന് കാപ്പി കൊടുത്തോ? കൊടുത്തു. പക്ഷെ കൊച്ചമ്മ വരട്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കുക. എന്തിന്? സമയം ഒരുപാടായില്ലേ? അല്ല, അമ്പലത്തിൽ പോയിട്ട് സമയം ഒരുപാടായിട്ട് ഗ്യാസ് കയറി. ശരി, പോയി കാപ്പി കുടിച്ചോളൂ. അല്ല, ഇന്നിനി ഓട്ടം ഉണ്ടോ? അറിയിക്കാം. ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. വേണ്ടേ? നല്ല ആളാ. ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ശ്രീദേവി കൂടെ വരട്ടെ എന്ന് കരുതി എന്തിനാ പതിവ് തെറ്റിക്കുന്നത്? ഞാൻ ലേറ്റ് ആവുന്ന പറഞ്ഞിട്ടാണല്ലോ പോയത്. സമയം എത്രയായി? ആ, ഒരു മിനിറ്റ്. ആഹാരത്തിന് മുമ്പുള്ള ഗുളിക കഴിച്ചില്ല. ഇഡ്ലി തണുത്തോ? സാരമില്ല. അച്ഛൻ ഇന്ന് പോണെന്നാ പറയുന്നത്. ശ്രീദേവി പറഞ്ഞില്ലേ 2 ദിവസമല്ലേ ആയുള്ളൂ, നാളെ പോവാന്ന് പറ. ഞാൻ പറഞ്ഞതാ, അച്ഛൻ സമ്മതിക്കുന്നില്ല. മോൾ അമ്പലത്തിൽ നിന്ന് എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ അച്ഛാ. അമ്മാവൻ കാപ്പി കുടിച്ചോ? ഞാൻ അല്പം നേരത്തെ കഴിച്ചു. ഇരിക്കെ. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? മരുന്ന് തീരുന്നവരെങ്കിലും ഇവിടെ നിന്നൂടെ? ഞാൻ ഇന്നലെ വരാമെന്ന് പറഞ്ഞാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യാം. പോകുന്ന വഴി ഹോസ്പിറ്റലിൽ കയറി ഒരാഴ്ചത്തേക്കുള്ള മരുന്നോട് വാങ്ങിച്ചോ. അങ്ങനെ ആവട്ടെ. രമണിയോട് എല്ലാ ആഴ്ചയിലും കത്തെഴുതാൻ പറയണം. ചേട്ടൻ ഇന്നലെയും കൂടി ചോദിച്ചു, 2 ആഴ്ചയായിട്ട് രമണിയുടെ കത്ത് കണ്ടില്ലല്ലോ എന്ന്. അവൾ അടിക്കടി എഴുതുന്നുണ്ടല്ലോ മോളെ. സുധയും ഭർത്താവും വരാറുണ്ടോ? ഞായറാഴ്ച വരും. റാണിമോക്ക് എന്ത് പറ്റി? പനിയാ? ഞാൻ ഡാഡിയോട് പറഞ്ഞ് മരുന്ന് വാങ്ങിച്ചു തരാം. ബാ. ഡാഡി, എന്താ മോളെ? ഇതെന്റെ കൂട്ടുകാരിയാ, റാണിമോൾ. പനിയോ? കുറച്ച് മരുന്ന് കൊടുക്ക് ഡാഡി. പിന്നെ കുത്തിയേക്കണ്ട, പാവാ, കരയും. ശരി. എന്താ? 2 ദിവസമായി നല്ല ജലദോഷവും പനിയും ഉണ്ട്. മോളൊന്ന് വാ തുറന്നേ. സാരമില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ. ഞാൻ ഒരു മിക്സറും ടാബ്ലറ്റും കുറിച്ച് തരാം. 3 ദിവസത്തേന് കഴിക്കട്ടെ. പിന്നെ പൊടിയരിക്കഞ്ഞി മാത്രം കൊടുത്താൽ മതി. റാണിമോളുടെ അസുഖമൊക്കെ നാളെ മാറിക്കോളും കേട്ടോ. നമസ്കാരം. ഇരിക്കൂ. മിസ്റ്റർ വർമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത്? വീട്ടിൽ ആളില്ലാത്തതല്ലേ ഡോക്ടർ? എക്സ്ക്യൂസ് മീ ഡാഡി, റാണിമോളുടെ മരുന്നിന്റെ പൈസ വാങ്ങിക്കണ്ട. അതെന്താ? ഇന്നാള് എനിക്കൊരു ചുമന്ന പെൻസിൽ തന്നതാ. വേണ്ട, മോള് പോയി ലീലാമ്മോട് പറ, റാണിമോളുടെ മരുന്നിന് പൈസ വാങ്ങിക്കണ്ടെന്ന് ഡാഡി പറഞ്ഞെന്ന്. താങ്ക് യു ഡാഡി. ഇത് മകളുടെ കുട്ടിയാണ്. അതെ, ഇവിടുത്തെ പേഷ്യൻസിനെല്ലാം പെറ്റാ. മരുന്നെല്ലാം മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ? പൂവ് കുറച്ചുകൂടി കഴിക്കണം. ചുമ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഒരു ടോണിക്കിനോട് എഴുതരാം.
ഇരിക്കൂ. എന്തായി? ഓപ്ഷൻ എടുത്ത ബുധനാഴ്ചയാണ്. തയ്യാറായ അത്രയും തേയിലപ്പെട്ടികൾ കൊച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ലീഫ് കൂടി പുറത്തുനിന്ന് എടുക്കേണ്ടി വരും. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നു മുതൽ ഫാക്ടറിയിൽ നൈറ്റ് ഷിഫ്റ്റ് ആരംഭിക്കാൻ ഞാൻ രാമൻ കങ്ങണിയെ പറഞ്ഞ് ചുമതലപ്പെടുത്തി. ഇന്നലെ ആ രാഘവൻ എന്തോ പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് കേട്ടല്ലോ. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കി. മുതലാളിയെ കണ്ട് അവർക്കെന്തോ പേഴ്സണലായി സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ജഗദീഷ് എന്ത് തീരുമാനിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ തീരുമാനമെന്ന്. അല്ല, പ്രശ്നം ഒരുവിധം അവസാനിച്ച പോലെയാണ്. ജഗദീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉവ്വ്. നുണ പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചതാ. ഷുവർ? അതെ. അപ്പൊ ചായ കുടിക്കാം. താങ്ക് യു. ജഗദീഷ് വീട്ടിലേക്ക് പണമൊക്കെ അയച്ചോ? അയച്ചില്ല. കണ്ടോ, ഞാൻ സൈൻ ചെയ്ത് എത്ര ചെക്ക് ലീഫ് ജഗദീഷിന്റെ കയ്യിലുണ്ട്. ഇന്ന് തീയതി 5 ആയില്ലേ? ഇന്ന് തന്നെ അയച്ചേക്കൂ. ശരി സാർ. ജഗദീഷിന്റെ അമ്മയ്ക്ക് ഞാൻ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. എന്തിനാ വെറുതെ? കഴിഞ്ഞ വിഷുവിന് എടുത്തു കൊടുത്ത ഡ്രസ്സ് തന്നെ ഇട്ട് കാണില്ല. ദേ, ഞാനും സാറിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളാ. സാർ ഇതിൽ ഇടപെടണ്ട. എന്നാ ഞാൻ എസ്റ്റേറ്റിലേക്ക് പോട്ടെ. ആ, ഇതൊന്ന് ഒപ്പിടണം. ദേ, മാനേജിംഗ് ഡയറക്ടറിലെ ഇരിക്കുന്നത്, അങ്ങോട്ട് കൊടുത്തേക്ക്. എവിടെ? ദാ ഇവിടെ. കിടക്കണേ മോളെ, വല്ല മുള്ളോ കുപ്പി കഷ്ണോ കാണും. ആന്റി മിണ്ടല്ലേ, അത് പോവും. നല്ല തുമ്പിയായിരുന്നു, അത് പോയി. ഇനി നാളെ പിടിക്കാം. ബാ. ആന്റി, നമുക്ക് ഊഞ്ഞാലാടാ. മോളുടെ ചെരുപ്പന്തിയേ? അയ്യോ, ചെരുപ്പിടാണ്ട് മണ്ണിലിറങ്ങി നടന്നാലേ ഡാഡി വഴക്ക് പറയും. ഹായ് സിന്ധുമോൾ. ഡാഡി, ഡാഡി. വാ പറയട്ടെ. ആ, മോൾ ഇന്ന് എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു? 1 2 3, പിന്നെ നല്ല വെളുത്ത നീളമുള്ള താഴെയുള്ള ഒരു അപ്പൂപ്പൻ 4 5 അല്ല 6. കൂട്ടത്തിൽ ആരെങ്കിലും സീരിയസ് ആണോ? ഒരാള്. എന്താ അസുഖം? പല്ലുവേദന. ആന്റി ഒന്നും ചിരിക്കണ്ട. അയാള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് കൊടുത്തപ്പോഴാണ് നിന്നത്. സാർ, ടെലിഫോൺ. ഹലോ, ഡോക്ടർ അല്ലേ? ഞാൻ ഉദയവർമ്മ. ശ്രീദേവിയുടെ അച്ഛൻ വന്നിരുന്നു. 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ടോണിക്കും. താങ്ക്സ്. സിന്ധു മോളുടെ ബർത്ത്ഡേ നാളെയല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, ശ്രീദേവി പറഞ്ഞു കാണും. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നാളെ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ലീവ് എടുത്തിരിക്കുക. നമുക്കൊരു പിക്നിക് തന്നെ പ്ലാൻ ചെയ്ത് കളയാം. എന്താ? അതൊക്കെ വർമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ? നമുക്ക് ഇവിടെ തന്നെ ആവാം. പിന്നെ മോളെന്തേലും ചോദിക്കാം. മോളെന്തേ? ഇവിടെ ഉണ്ട് മോളെ. ദേ വർമ്മയെങ്കിൽ. ഹലോ. ഹലോ സിന്ധുമോൾ. ഹലോ ആന്റി, ഹൗ ആർ യു? ഐ ആം ഫൈൻ. മോക്ക് സുഖാണോ? യെസ്, ഐ ആം ഫൈൻ. ആന്റി, നാളെ എന്റെ ബർത്ത്ഡേയാ. മോക്ക് ഞാനൊരു സമ്മാനം വാങ്ങി വെച്ചിട്ടുണ്ട്. ഡാഡി, ആന്റി എനിക്ക് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. എന്താണെന്ന് ചോദിക്കുമോളെ. എന്ത് സമ്മാനമാ ആന്റി? മഞ്ഞ് പോലെ വെളുത്ത മാലാഖമാരിടുന്ന പോലുള്ള ഒരു പട്ടുടുപ്പ്.